ഹലോ എല്ലാവർക്കും എസ് ടി ക്രിയേഷൻസിൻ്റെ പുതിയൊരു വിളിസാണ്. ഇന്ന് നമ്മൾ ഗ്രാനൈറ്റ് ഒരു ബോട്ട് സ്കിപ്പ് പറഞ്ഞിട്ട് ഈ ഒരു ബ്രോ കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു ബോട്ട് സ്കിപ്പാണ് നേരെ വിട്ട് കിടക്കാം. ഓക്കെ സോ നമ്മളിതാ ഇവിടെ ഉണർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബോട്ട് സ്കിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ട്രൈ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു റൂമിൽ കയറി ഈ ഒരു സ്വിച്ച് ഓർത്ത്. അപ്പോൾ ഈ ഒരു സൗണ്ട് കേട്ടിട്ട് ഗ്രാനീനെയും ഗ്രാൻഡ് പേനെയും വരും. ഇനി ആ 2 വാഴകളും വരണം. അതിനി 1 മണിക്കൂർ എടുക്കും. എന്തായാലും നിൽക്കുകയാണ് ഞാനിവിടെ. ഒരു വാഴ ദാ വരുന്നുണ്ട്. ഓക്കെ 2000 years later. സംഭവം നമ്മൾ ഈ 2 വാഴകളും വരാനായിട്ട് കുറേ നേരം എടുത്ത്. ഇപ്പോൾ ഇതാ 2ാമത്തെ വാഴയും വന്നിട്ടുണ്ട്, ഗ്രാനിയും വന്ന് ഗ്രാൻഡ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഗ്രാനിയും ഇതാ അങ്ങോട്ട് പോവുകയാണ്. ഇനി നമുക്ക് പതുക്കെ മുകളിലോട്ട് പോകാം, സ്പീഡിൽ പോകണം. ഗ്രാൻഡ് വന്നിട്ട് കുറച്ച് നേരമായി, പക്ഷെ ആദ്യം ഞാൻ കാണിച്ചത് നേരത്തെ വന്നതാണ്. എനിവേ അതെന്തായാലും ഗ്രാൻഡ് പോയി വന്ന് അങ്ങനെ നിന്നിട്ട് ഇപ്പോൾ വന്നതാണ്. എന്തായാലും 2 പേരും വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ഇവിടെ വന്ന് ഈ ഒരു വ്രഞ്ച് എടുത്തിട്ട് പോവാണ്. കാരണം നമുക്കിപ്പോൾ എവിടെയൊക്കെയാണ് സാധനങ്ങളുള്ളതെന്ന് നമുക്കറിയാം. എന്തോ അവിടെയായിട്ടാണ് പെഡ്ലോക്കി ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കത് എടുക്കാനായിട്ട് ഇവിടെ ഈ ഒരു സിവേഴ്സിൽ നിന്ന് വെള്ളം വരുന്നത് നമുക്ക് തടയണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഈ ഒരു സ്ക്രൂ ലൂസാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതെന്തായാലും ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇതുപോലെ അത് കറങ്ങുന്നതായിട്ട് കാണാം. ഇവിടെ തന്നെ നമ്മുടെ സ്റ്റൺ ഗണ്ണുമുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റൺ ഗൺ എടുക്കാം. നമുക്കിത് ഈ ഒരു ഗെയിമിൽ എവിടേക്കാണ് സാധനമെന്ന് നമുക്കറിയാം. ഓക്കെ, നമുക്ക് ആകെ വേണ്ടി ഇവിടെ തന്നെ പാഡ്ലോക്കി ഉണ്ട്. ഇനി നമുക്കിത് ഇവിടെ ഒരു മോൺസ്റ്റർ പോലത്തെ ഒരു സാധനം കാണും, ആ 8 കാല് പോലത്തെ സാധനം. അതിനെയും തട്ടണം, എങ്കിൽ മാത്രമേ നമുക്കങ്ങ് പോകാൻ പറ്റൂ. ആദ്യം തന്നെ നമുക്ക് 2നെ ഓ ഗായ്സ്, ഗ്രാൻഡ് പാ ICU എന്നല്ലേ നിങ്ങളെപ്പം പറഞ്ഞു? വാ കളവാ, നിങ്ങളെ ഞാൻ ICUലാക്കാം. 1ാമത്തെ വാഴ ഗൈസ് പോയിട്ടുണ്ട്. ഇന്ന് വിറയ്ക്കുന്നുണ്ടോ? നിങ്ങൾക്ക് എന്താണ് പനി പിടിച്ചാ? ഇവിടെ 2 മറ്റേ വാഴയില്ല. എന്തായാലും ഇവിടെ ഉണ്ട്. എന്തോ വാ ഹോ ഗ്രാനി. വെയിറ്റ് 2ഉം വിറച്ച് തീർന്നിട്ടുണ്ട്. മാറങ്ങോട്ട്. അതേ നമ്മളെന്തായാലും 2നെയും തട്ടിയിട്ടുണ്ട്. 2നെയും കാച്ചിയേക്കാണ്. ഒരെണ്ണം ഇവിടെ കിടപ്പുണ്ട്. നമുക്ക് സെക്യൂരിറ്റിക്ക് എടുക്കാൻ നോക്കാം. നീങ്ങളോ താൻ എന്തുവാടോ ഏത്തക്കൊല മുഴുവനായിട്ട് ഒഴിഞ്ഞു, ഇത്രയും വെയിറ്റ്. എന്തെങ്കിലും ആവട്ടെ ഗൈസ്, നമുക്ക് അതിന് മുമ്പ് തന്നെ നമുക്ക് മറ്റ് സാധനത്തിനെ തട്ടാം. ഓക്കെ സോ ഞാനിതുവരെ ആക്ച്വലി ആ ഒരു മോൺസ്റ്ററിനെ തട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കത് അറിയില്ല അതെന്ത് ചെയ്യുമെന്നുള്ളത്. എന്തായാലും നമുക്കൊന്ന് നോക്കിയോ ഗൈസ്, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതെവിടെ? വരില്ല. ഗൈസ് നമ്മൾ അറ്റാക്ക് ചെയ്ത് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മൾ അതിനെ വിജയകരമായി തട്ടിയിട്ടുണ്ട്. അത് ഇനി നമ്മുടെ പാഡ്ലോക്കി നമ്മളിവിടെ എടുത്തിരിക്കുകയാണ്. നമുക്കങ്ങനെ പാഡ്ലോക്കി കിട്ടിയിരിക്കുകയാണ്. എന്തായാലും ഇവിടെ ഡ്രോപ്പ് ചെയ്യാം. നമുക്ക് നേരെ മുകളിലേക്ക് പോകാം. സോ ഗൈസ് എന്തായാലും 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന്. കാരണം ഗ്രാൻഡ് ഗ്രാനി ഒരുമിച്ച് വന്ന് ഗൈസ്. പക്ഷേ നമ്മൾ അവിടെയാണ് സൗണ്ട് ഉണ്ടെങ്കിൽ 2 ഒരുമിച്ച് വന്നിരിക്കുകയാണ്. 2 വാഴകളും ഒരുമിച്ച് വന്ന് കാണല്ലേ പ്ലീസ്. ഗ്രാൻഡ് എനിക്കൊന്ന് റൂമിൻ്റെ അങ്ങോട്ട് പോയി. അങ്ങേർക്ക് ഇടയ്ക്കിടയ്ക്ക് റൂമിൽ പോകുന്ന ശീലമുണ്ട്. ഗായ്സ് ഗ്രാനി ഗ്രാനി ഗായ്സ് കണ്ട് ഗ്രാനി വരുന്നു. ഗ്രാൻഡ് വരുന്നു. ഇനി എൻ്റെ പ്ലാൻ എടുക്കുകയാണ്. ഓട് കണ്ടം വഴി ഓട്. ഈ ചെറിയൊരു മുടന്തലുണ്ട്, മറ്റേ സാധനം വന്ന് കടിച്ചു കേട്ടത്. നമുക്കൊരു കാര്യം ചെയ്യാൻ ഇവിടെ കയറി ഇരിക്കാം. ഒരു കാര്യം ചെയ്യട്ടെ, ഓരോന്നായിട്ട് വരുമ്പോഴത്തേക്കും തട്ടാം. അതുവരെ നമുക്ക് ഇവിടെ കയറി ഇരിക്കാം. ഓക്കെ സോ അങ്ങനെ നമ്മൾ എന്തായാലും തട്ടിയിട്ടുണ്ട്. നമ്മളങ്ങനെ സെക്യൂരിറ്റിക്ക് നമുക്ക് വിജയകരമായി കിട്ടി. ഇനി നമുക്ക് മുകളിൽ സെക്യൂരിറ്റി റൂമിൽ പോവാം. ഓക്കെ, സെക്യൂരിറ്റി റൂം എന്തായാലും നമുക്ക് തുറക്കാം. സോ ഈ പാഡ്ലോക്കി നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇവിടെയാണ് സെക്യൂരിറ്റി റൂം. നമുക്ക് ബോട്ട് സ്റ്റിയറിംഗ് വീൽ അവിടെ ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇവിടെ എന്തായാലും ഒന്നും കാണത്തില്ല. നമുക്ക് ബോട്ട് സ്റ്റിയറിംഗ് വീൽ ഇവിടെ ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് നമുക്ക് താഴെ കൊണ്ട് വയ്ക്കാം. ഓക്കെ, ബോട്ടിലല്ല, അല്ലാണ്ട് നമുക്ക് താഴെ കൊണ്ട് വയ്ക്കാം. എന്നിട്ട് നമുക്ക് എടുക്കാം. ഇവിടെ എന്തായാലും തൽക്കാലം ഡ്രോപ്പ് ചെയ്തേക്കാം. ഓക്കെ, നമ്മൾ അവിടെ നമ്മുടെ പാഡ്ലോക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പാഡ്ലോക്കിയും നമുക്ക് വേണം. അപ്പോൾ നമുക്ക് എന്തായാലും അതും നമ്മൾ എടുത്തിങ്ങനെ താഴെ കൊണ്ടിടാനായിട്ട് പോവാണ്. നമുക്കിനി ആകെ വേണ്ടത് സ്പാർക്ക് പ്ലഗ് വേണം, ഗ്യാസിലിൻ ക്യാൻ വേണം, അതുപോലെ ബോട്ട് കീ വേണം. ബാക്കി എല്ലാ സാധനവും കിട്ടി. അപ്പോൾ ഗൈസ് എന്തായാലും ബോട്ട് എസ്കേപ്പിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ മെയിൻ 2 സാധനം കിട്ടി. മിക്കവാറും ഇവിടെ ആയിരിക്കും, അതായത് ഈ ഒരു സ്ഥലത്തായിരിക്കും ഗ്യാസിലിൻ ക്യാൻ. ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ പൊളി. ഞാനിത് ആക്ച്വലി നേരത്തെ കളിച്ചിട്ടുണ്ടെന്ന് ചോദിക്കുകയാണ്. ഇല്ല, ഇത് ഫസ്റ്റ് ടൈം തന്നെയാണ്. പക്ഷേ എനിക്കറിയാം എന്തൊക്കെയാണ് വേണ്ടത്. പക്ഷേ ഈ ഒരു ഗെയിം വന്നിട്ട് അങ്ങനെയാണ്, മീൻസ് സ്ഥലം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ കുറേ നേരം സ്പാർക്ക് പ്ലഗിന് തപ്പിയിട്ടാണ് ഇവിടെ കിട്ടിയത്. എന്തൊക്കെയായാലും നമ്മൾ സ്പാർക്ക് പ്ലഗും കിട്ടിയിട്ടുണ്ട്. കുറേ ടൈമായി. നമുക്കിനി ഗ്രാനിനെയും തട്ടോ പറഞ്ഞു തീർന്നില്ല വാഴ. വാ നിങ്ങൾ എന്നെ അടിക്കുമല്ലേ കള്ള ഗ്രാനി, ഇങ്ങോട്ട് വാ നിങ്ങൾ. പിന്നെ അല്ലാണ്ട്
ICU ഇവിടെ അങ്ങേരെ ഞാൻ തട്ടി ICUലാക്കിയില്ലേ. മാറി ഇപ്പം ഗ്രാൻഡ് വന്നാൽ മുക്കാൻ വേണ്ട പൊളക്ക അങ്ങേര് തരും. അപ്പോൾ എണീര് ഗ്രാൻഡ് ICUവിൽ യെസ്. നമുക്കിനി ഒരു കാര്യം ചെയ്യാം. നമ്മളിപ്പോൾ എടുത്ത സാധനങ്ങൾ, അതായത് നമ്മുടെ സ്പാർക്ക് പ്ലഗ്, ഗ്യാസോലിൻ ക്യാന്, പിന്നെ സ്റ്റിയറിംഗ് വീല് ഓരോന്നായിട്ട് നമുക്ക് അവിടെ കൊണ്ടുപോയി. ആദ്യം തന്നെ ഗ്യാസോലിൻ ക്യാൻ എടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ബോട്ടിലേക്ക് കൊണ്ടുപോകാം. ഇതുവഴിയാണ് നമ്മുടെ ബോട്ടിന് അവിടെ പോകേണ്ടത്. ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ സ്ഥലം. അപ്പോൾ എന്തായാലും ഇവിടെയാണ് ഗ്യാസോലിൻ ക്യാനിൽ നിറയ്ക്കേണ്ടത്, ഓയിൽ നിറയ്ക്കേണ്ടത്. നമ്മൾ എന്തായാലും ഓയിൽ അങ്ങനെ നിറച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മുടെ പാഡ്ലോക്ക് കീ എടുത്തിട്ട് നമുക്കിതേ താഴെ കൊണ്ടുപോയി നമ്മളിത് ഈ ഒരു നമുക്ക് പോകാനുള്ള ഗേറ്റ് വേ ഉണ്ടല്ലോ അത് തുറക്കണം. സ്ഥിതി ഇത് തുറന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഗേറ്റ് തുറന്ന പോലെ കാണാം. അടുത്തായിട്ട് സ്റ്റിയറിംഗ് വീലാണ്. സ്റ്റിയറിംഗ് വീൽ നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് പിടിക്കുക. ഇപ്പം തന്നെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് കാണിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ സ്പാർക്ക് പ്ലഗ് ഒന്നും വച്ചിട്ടില്ല. ഓക്കെ, ഒന്നുകൂടെ രണ്ടിനെയും തട്ടിയിട്ടുണ്ട്. ഏകദേശം 2 മിനിറ്റത്തേക്ക് രണ്ടും പോയിട്ടുണ്ട്. സ്പാർക്ക് പ്ലഗ് ഇവിടെ ഇരിപ്പുണ്ട്. ഇനി നമുക്ക് സ്പാർക്ക് പ്ലഗും കൂടെ അങ്ങ് വയ്ക്കാം. ഗൈസ്, ഫൈനലി നമുക്ക് ബോട്ട് കൂടെ മതി. അത് കഴിഞ്ഞ് നമുക്ക് എസ്കേപ്പ് ചെയ്യാവുന്നതാണ് ഇവിടെ നിന്ന്. അപ്പോൾ ഗൈസ്, എന്തായാലും നമ്മുടെ ബോട്ട് നമുക്ക് എവിടെയാണെന്ന് ഇപ്പോൾ അറിയാം. മുകളിലായിരിക്കും, മിക്കവാറും മുകളിലായിരിക്കും. അത് നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ സോ ഗൈസ്, എന്തായാലും സ്പാർക്ക് പ്ലഗ് വെച്ചിട്ടുണ്ട്. അടുത്തിനി മുകളിലേക്ക് പോകാം നമുക്ക് എന്തായാലും. ഓക്കെ, ഇതാ ഇവിടെ മുകളിലെത്തിയിട്ടുണ്ട്. നമുക്കിവിടെ എന്തായാലും തുറന്ന് നോക്കാം ഇവിടെ എന്തായിരിക്കും. ഓക്കെ ഗൈസ്, ക്രോബാറാണ്. നമുക്ക് ക്രോബാർ ആവശ്യമില്ല. അപ്പോൾ ഈ റൂം എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ എന്തായിരിക്കും, വെപ്പൺ കീ ആണോ അതോ ബോട്ട് കീ ആണോ? ഓക്കെ ഗൈസ്, ബോട്ട് കീ തന്നെയാണ് ഇവിടെ ഉള്ളത്. എന്തായാലും ഗൈസ്, നമുക്ക് ബോട്ട് കീ അങ്ങനെ കിട്ടിയിരിക്കുകയാണ്. ഇതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് നേരെ എസ്കേപ്പ് ചെയ്യാം. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കൂടുതൽ വീഡിയോസ് ഉണ്ട്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, നിങ്ങളുടെ ഇഷ്ടമുള്ള എല്ലാം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അങ്ങനെ ഗൈസ്, നമ്മളിതാ വിജയകരമായിട്ട് നമ്മളിതാ ബോട്ട് എസ്കേപ്പ് ചെയ്തിരിക്കുകയാണ്. യെസ് ഗൈസ്, നമ്മളിങ്ങനെ ബോട്ട് എസ്കേപ്പ് ചെയ്ത് ടാറ്റാ. ഇനി നമ്മൾ പിടിച്ച പയ്യൻ പോയി. പക്ഷെ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഗ്രാൻഡിയുടെ സിം ഏത് ടൈപ്പാണ്? 3G ആണ് ഗ്രാൻഡ്. നമ്മുടെ അവസ്ഥയും അതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഗെയിം പ്ലേ വീഡിയോസ് വേണ്ടി ആണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് എന്ത് വേണമെന്ന് കമൻറ്റ് പറയാം, നമ്മൾ ചെയ്യാം. അപ്പോൾ എന്താ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.